നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മോഹൻലാൽ തിരുവനന്തപുരത്ത് എത്തുകയാണ്. രാവിലെ തന്നെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഇന്ന് കാണാനായി മാധ്യമങ്ങൾ ഏതായാലും റെഡിയായി തന്നെ നിൽക്കുകയാണ്. കാരണം ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണോ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും മോഹൻലാൽ പ്രതികരിക്കുക, ഇനി പ്രതികരിക്കില്ലേ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് നിർത്തുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ആകാംക്ഷയായിരിക്കുകയാണ്. എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് പറയുകയാണ്. നടനും താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായ മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്കാകും മോഹൻലാലിന്റെ വാർത്താ സമ്മേളനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. മോഹൻലാലിന് സംരക്ഷണം ഒരുക്കാനായി സൈന്യം ഇറങ്ങുമോ എന്നടക്കമുള്ള ചോദ്യമായി തന്നെ ഉയരുകയാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നിശാഗന്ധിയിൽ അദ്ദേഹം എത്തുന്നുണ്ട്. നിശാഗന്ധിയിലും അദ്ദേഹത്തെ വളയാൻ ഒരു സംഘം മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുകയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഘട്ടത്തിൽ സൈന്യം ഇറങ്ങി അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ചോദ്യചിഹ്നമായി മാറുകയാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ പ്രതികരണത്തിന് എത്തുന്നത്. മോഹൻലാൽ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന ആരോപണവും ഉയർന്നു വന്നു. അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കൈയുള്ള ഒരു നേതൃത്വം വരണമെന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കൂട്ടരാജി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ്ങിന് ശേഷമായിരിക്കും മോഹൻലാൽ പ്രതികരിക്കുക. സ്വാഭാവികമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലാലിന് മറുപടി പറയേണ്ടി വരും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മോഹൻലാൽ വേദി പങ്കിടുന്നുണ്ട്. അതിനു മുൻപ് തന്നെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുന്നുവെന്നതും ശ്രദ്ധേയമാണ്. കൊച്ചിയിൽ ഫുട്ബോൾ ക്ലബ്ബുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലാണ് നടൻ പൃഥ്വിരാജ് മോഹൻലാൽ അടങ്ങുന്ന അമ്മ ഭരണസമിതിയെക്കുറിച്ച് വിമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് അമ്മയിൽ നിന്ന് മോഹൻലാൽ രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം മോഹൻലാലും പൃഥ്വിരാജും അഭിനയിച്ച ബ്രോ ഡാഡി എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവവികാസങ്ങളെ കുറിച്ച് ഒരു നടി തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മോഹൻലാലിന്റെ ഇന്നത്തെ ഈ മാധ്യമങ്ങളെ കാണൽ. ഈ വിഷയത്തിൽ മോഹൻലാലിന്റെ പ്രതികരണം ക്രിക്കറ്റ് ലീഗിന്റെ വേദിയിലാകും എന്നതാണ് മറ്റൊരു യാദർച്ഛികത. ഗാനരചയിതാവ് ശ്രീകുമാർ തമ്പിയുടെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരം മോഹൻലാൽ നേരിട്ട് ഏറ്റുവാങ്ങുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വേദിയിൽ ഉണ്ടാകും. ലാലിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഈ വേദിയിൽ പറയുന്ന ഓരോ വാക്കും അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം മോഹൻലാൽ നടത്തുന്ന പ്രസംഗത്തിനും മലയാളികൾ കാതോർക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ശ്രീകുമാരൻ തമ്പി പുരസ്കാരദാന ചടങ്ങ് അത് നിർണായകമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ അതിനു മുമ്പേ വിശദീകരണത്തിന് എത്തുകയാണ് ക്രിക്കറ്റ് ലീഗ് വേദിയിലൂടെ മോഹൻലാൽ. മലയാള സിനിമയിലെ തിരുത്തലിന്റെ പ്രതീകമാണ് ശ്രീകുമാരൻ തമ്പി. തെറ്റുകളോട് സന്ധിയില്ല സമരം നടത്തിയ സിനിമാക്കാരൻ. അതുകൊണ്ട് തന്നെ സിനിമയിലെ മോശം പ്രവണതകളെ കുറിച്ച് ഗുരുതുല്യനായ ശ്രീകുമാരൻ തമ്പി നടത്തുന്ന പ്രതികരണവും നിർണായകമാകും. ചടങ്ങിൽ പങ്കെടുക്കാൻ ഉറപ്പായും എത്തുമെന്ന് മോഹൻലാൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എന്തായാലും വരും ദിവസങ്ങളിലും തിരുവനന്തപുരത്ത് മോഹൻലാലിന്റെ സാന്നിധ്യം ഉണ്ടാകും. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ KPL ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ. സെപ്റ്റംബർ 2-നാണ് ഇത് തുടങ്ങുന്നത്.